ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് റവയും 2 വലിയ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് തൈരും ഒരു മുട്ടയും കൂടെ അതിനകത്തേക്ക് പൊട്ടിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ടത് കുഴച്ചെടുത്ത് വെക്കണം. മാവ് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം. അത് നമ്മൾ പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം വെക്കാം. അതിനിടയിൽ കറി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്ത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കണം. ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുത്തിട്ട് അത് കൈ കൊണ്ട് പരത്തിയതിന് ശേഷം നമ്മൾ റോളർ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു കത്തി വെച്ചിട്ട് 4ആയിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് ഞാനൊരു ഭംഗിയിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇല്ല, നിങ്ങൾക്ക് മുഴുവനോടെ വറുക്കണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ പരത്തിയിരിക്കുന്നതിൻ്റെ കട്ടിയാണ്. ഇത്രയെങ്കിലും കട്ടി ഉണ്ടാവണം, എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വീർത്ത് വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി കട്ടിയിൽ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചപ്പാത്തിക്കും പൂരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ ഒരു ഗോതമ്പ് ഭട്ടൂര വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊരു മുട്ടക്കറിയുടെ കൂടെയോ ഇറച്ചിക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ വീഡിയോയുമായിട്ട് ഞാൻ വരും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.